ഹായ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റി. 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ്. അതിൽ പഠിക്കാനുള്ളത് പീരിയോഡിക് ടേബിൾ. ഇതൊരു 9ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത് ഓരോ ഷെല്ലുകളെ കുറിച്ചായിരുന്നു. KLM അങ്ങനെ ഷെല്ലുകളെ കുറിച്ച് പഠിച്ചിട്ടുള്ളൂ. ഇനി അതിനുള്ളിൽ സബ് ഷെല്ലുകളുണ്ട്. ആ സബ് ഷെല്ലിൻ്റെ അവിടെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് വിന്യാസം, അതാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. പാഠത്തിലുള്ളത് അത് കൂടാതെ പീരിയോഡിക് ടേബിളിൻ്റെ പ്രത്യേകതകൾ, പീരിയഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക്, ഓരോ ഇലക്ട്രോൺസ് ഏത് പീരീഡിലാണ്, ഗ്രൂപ്പിലാണ്, ഏത് ബ്ലോക്കിലാണുള്ളത്, പിന്നെ അതനുസരിച്ച് അതിൻ്റെ പ്രത്യേകതകൾ, ഓരോ ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെയാണ് ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ആദ്യം ഇന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം അതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് നമുക്ക് SPDF എന്നിങ്ങനെ ഓരോ സബ് ഷെല്ലുകളാണുള്ളത്. അപ്പോൾ SPDF എന്നിങ്ങനെയുള്ള സബ് ഷെല്ലുകൾ, അതിൽ ഓരോ സബ് ഷെല്ലുകൾക്കും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് പരിമിതിയുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ എനർജി ലെവൽ അനുസരിച്ചായിരിക്കും ഓരോ ആറ്റത്തിലും ഇലക്ട്രോണുകൾ വന്നു ചേരുക. ഇങ്ങനെയാണ് ഓരോ ആറ്റം പീരിയോഡിക് ടേബിൾ 1 മുതൽ നമ്മൾ പറയുന്ന ആറ്റങ്ങളൊക്കെ അതിൻ്റെ കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ പറ്റും, ഹൈഡ്രജനുള്ള ആറ്റങ്ങളുടെ. അപ്പോൾ അതിന് എഴുതാൻ എളുപ്പത്തിൽ ഒരു വഴിയാണ് പറയുന്നത്. ആദ്യം SPDF ആണ് സബ് ഷെല്ല് എന്നറിയാം. ഓരോന്നിലും ഉൾക്കൊള്ളാവുന്ന എണ്ണം. എസ്സിൽ 2 എണ്ണം, അടുത്തത് പിയിൽ 6 എണ്ണം, 2നോട് 4 കൂട്ടി പോവാം. 2ഉം പിയിൽ 4 നമ്മൾ കൂട്ടി 6 എണ്ണം. പിന്നെയുള്ളത് ഡിയിൽ 6 എന്നാലും 10 എണ്ണം, എഫിൽ പരമാവധി 14 എണ്ണം. അങ്ങനെ 4 വീതം കൂടി പോകുമെന്ന് ഓർക്കുക. SPDF ആണെന്ന് ഓർക്കുക. ഇത്രയും ഓർത്ത് വെക്കുക. ഇനി അതാ പരീക്ഷയ്ക്ക് നമുക്ക് എഴുതാൻ പറ്റുന്ന ഓർമ്മയില്ലെങ്കിൽ, എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ് 1:2 വെച്ച് നമ്മൾ പറയുന്നുണ്ട്. ആ ഓർഡർ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഇതേപോലെ എഴുതി നോക്കുക. ഒന്നാമത്തെ ഷെൽ എസ് സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ, 1S. ഇനി രണ്ടാമത്തെ ഷെൽ, അതായത് രണ്ടാമത്തെ പീരീഡ് 2S 2P. ഇനി മൂന്നാമത്തെ ഷെൽ 3S 3P 3D. അങ്ങനെ 4S 4P 4D 4F അങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ ഒന്നാമത്തെ ഷെല്ലിൽ എസ് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ ഷെല്ലിൽ എസും പിയുമേ ഉള്ളൂ, മൂന്നാമത്തെ ഷെല്ലിൽ എസും പിയും ഡിയും ഉണ്ട്, നാലാമത്തെ ഷെല്ലിൽ എസും പിയും ഡിയും എഫും ഉണ്ട്. അത്രയും ഓർത്തിരിക്കും. ഇനി ഇതിൻ്റെ ഓർഡർ ഇവിടെ തുടങ്ങും. ഒരു ആരാമർക്ക് ഇട്ട് പോകാം. 1S 2S 2P 3S 3P 4S 3D 4P 5S ഇങ്ങനെ പോകും. അപ്പോൾ ഈ ഓർഡറിൽ പോകുമ്പോൾ ആദ്യം വരുന്നത് 1S ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞ് 2S വരുന്നു, 2S കഴിഞ്ഞ് 2P വരുന്നു, 2P കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് 3S. ഇനി 3S കഴിഞ്ഞിട്ട് 3P വന്നു, പിന്നെ 4S, പിന്നെ 3D. 4S ഇലക്ട്രോൺ കഴിഞ്ഞിട്ടാണ് 3D വരുന്നത്. പക്ഷെ അവിടെ ചെറിയ പ്രത്യേകതയുണ്ട്, അത് ഞാൻ എഴുതുന്നൂടെ പറയാം. അപ്പോൾ ആദ്യം സാധാരണ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അപ്പോൾ ആദ്യത്തെ നമുക്ക് എഴുതുക. ആദ്യം ഹൈഡ്രജൻ 1S ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ 1S1 എന്ന് എഴുതുന്നു. അടുത്തത് ഹീലിയം, രണ്ടാമത്തെ ആറ്റോമിക് നമ്പർ, അതായത് രണ്ടാമത്തെ ആറ്റം ഹീലിയം. ഹീലിയത്തിൻ്റെ ഷെല്ലിൽ ആദ്യത്തെ ഷെല്ലിൽ ഒരു ഷെല്ലേ ഉള്ളൂ, അതിൽ S നോക്കി നമ്മുടെ S സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ അവിടെ 1S2. ഇനി അടുത്തത് മൂന്നാമത്തെ ആറ്റം ലിഥിയം. അതിനുള്ളത് 1Sൽ 2 ഉണ്ടാവും. ആദ്യത്തെ ഷെല്ലിൽ 1S2, പിന്നെ വരുന്നത് 1S കഴിഞ്ഞാൽ പിന്നെ 2S വരും. അപ്പോൾ 2Sൽ 1 ഉണ്ടാവും. അടുത്തത് 1S2 2S2. അപ്പോൾ നാലാമത്തെ ആറ്റോമിക് നമ്പർ വരെ അങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ 1S2 2S2 കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് 2P ആണ്. അപ്പോൾ P ബ്ലോക്കിലേക്ക് അല്ലെങ്കിൽ P സബ്ഷനിലേക്ക് പോകും. പീരിയോഡിക് ടേബിൾ നോക്കിയാൽ കറക്റ്റ് ഈ 2 എണ്ണം കഴിഞ്ഞാൽ അടുത്തത് P ഷെല്ലിലേക്കാണ് പോവുക, P സബ്ഷനിലേക്കാണ് പോവുക. അല്ലെങ്കിൽ അത് പീരിയോഡിക് ടേബിൾ P ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഇനി 1S2 2S2, ഇനി 2P1. അടുത്തത് വന്നാൽ 1S2 2S2
2p2 വന്നു, 1s2, 2s2, 2p3 വന്നു, 1s2, 2s2, 2p4, 1s2, 2s2, 2p6. അപ്പോൾ പി ഷെല്ലിൽ പി സബ് ഷെല്ലിൽ 6 എണ്ണവരെ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2pയിൽ നിന്ന് ഇനി അടുത്തത്, അപ്പോൾ ഇതിൻ്റെ ഇത് എത്രാമത്തെ ആറ്റമാണെന്ന് നോക്കാം. 6, 2, 8, 2, 10. 10ാമത്തെ ആറ്റോമിക് നമ്പറുള്ള ആറ്റോമിക് 10 ആയിട്ടുള്ള നിയോൺ എന്നുള്ള ആറ്റമായിരിക്കും ഇത്. ഇതുകൊണ്ട് ഇപ്പോൾ 18ാമത്തെ ഗ്രൂപ്പിലെത്തി ആ ഷെല്ല് കഴിയും. ഇനി നമ്മൾ അടുത്ത ഷെല്ലിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ 3ലേക്ക് പോകണം. നമ്മളിതുവരെ പറഞ്ഞത് നിയോൺ വരെയാണ് പറഞ്ഞത്. അപ്പോൾ നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ 10. അപ്പോൾ നമ്മളിവിടെ 2, 2, 4, 6, 10 കിട്ടി. ഇനി 11ാമത്തെ എഴുതാണ്ട് ആറ്റോമിക് നമ്പർ 11. ഇവിടെ 2p കഴിഞ്ഞു. അടുത്തത് 2s, 2p കഴിഞ്ഞു. ഇത് 3sലേക്ക് 3s1 എഴുതും. ആറ്റോമിക് നമ്പർ 12, 1s2, 2s2, 2p6, 3s2. അപ്പോൾ 3s കഴിഞ്ഞ് അടുത്ത് വരുമ്പോൾ നമുക്ക് 3s കഴിഞ്ഞാൽ പിന്നെ 3p തുടങ്ങാം. 3d അപ്പുറത്തെ വരുള്ളൂ. നമ്മൾ ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് 3p എന്നാണ് 4 സ്റ്റെപ്പ്. അപ്പോൾ 13ാമത്തെ 1s2, 2s2, 2p6, 3s2, 3p1. 2 2, 4 6 10, 10 2 12, 1 13. ഇനി 14ാമത്തെ 1s2, 2s2, 2p6, 3s2, 3p2, 3p6 വരെ പോകാം. 15 1s2, 2s2, 2p6, 3s2, 3pയിൽ 2 കഴിഞ്ഞ് അടുത്ത 3pയിൽ 3 വന്നു. 16ാമത്തെ 1s2, 2s2, 2p6, 3s2, 3p4. 17 1s2, 2s2, 2p6, 3s2, 3p5. 18 1s2, 2s2, 2p6, 3s2, 3p6. അപ്പോൾ നമ്മുടെ 3p കഴിഞ്ഞു. ഈ 4ലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കൂട്ടി നോക്കാം. 18 നല്ല കറക്റ്റ്. 2 2 4 6 10, 2 12 6 18. അങ്ങനെ 18ാമത്തെ ആറ്റോമിക് നമ്പറുള്ള ഇലക്ട്രോണിൻ്റെ വരെ സബ്സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതുവരെ വളരെ നിസ്സാരമായിട്ട് എഴുതാം. അപ്പോൾ എസിൽ 2 ആണ്, പിയിൽ 6 ആണ്, ഡിയിൽ 10 ആണ്. ഡിയിൽ എത്തിയിട്ടില്ല, ഡിയിൽ 10 ആണ്. അതുപോലെ വീണ്ടും 4 4 വെച്ച് കൂടി പോവുകയാണ് എന്ന കാര്യം ഓർക്കുക. ഇത് 1 2 3 4 അങ്ങനെ എഴുതി പോവുക. അപ്പോൾ എസ് 2s 2p 3s 3p അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ അത് എഴുതിയ ശേഷം നമുക്ക് സ്വന്തമായി പടം നോക്കിക്കൊണ്ട് തന്നെ സ്വന്തമായിട്ടെല്ലാം എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ ഇനി പറയുന്നത് 18 വരെ എഴുതി നമ്മൾ. ഇനി 4s ആണ് അടുത്ത വരെ. അപ്പോൾ 4s എഴുതാം. 19 1s2, 2s2, 2p6, 3s2, 3p6, പിന്നെ 4s1 20 1s2, 2s2, 2p6, 3s2, 3p6, 4s1 4s2. ഇനി അടുത്തത് 4s കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 3d. അവിടെയാണ് ചെറിയ പ്രശ്നം. ഇനി ഈ പ്രശ്നം എന്താണെന്ന് പറയാം. നമ്മളിവിടെ എഴുതി ഇത് 20ാമത്തെ ആറ്റം 4s2 വരെ. ഇനി ന്യായമായി നമ്മൾ എഴുതേണ്ടത് 4s2 കഴിഞ്ഞാൽ അടുത്ത് 3dയിലേക്ക് പോകണം. 3d1 മുതൽ 3d10 വരെ. അപ്പോൾ ഡി സബ്ഷൻ ലെവൽ ഏകദേശം നമുക്ക് കോൺഫിഗറേഷൻ പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ 10ാം ക്ലാസ് വരെ +1 കൂടുതൽ
അപ്പോൾ ഇവിടെ ഈ 3D1 വന്ന ന്യായമായി നമ്മൾ എഴുതുക ഈ പറഞ്ഞ നിയമപ്രകാരം 3p കഴിഞ്ഞു 4s വന്നു 4s കഴിഞ്ഞിട്ട് അടുത്ത ഇലക്ട്രോൺ വരുന്നത് 3D ആണ്. അപ്പോൾ 4s കഴിഞ്ഞിട്ട് 3D. എന്നാൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. 3D മൂന്നാമത്തെ സബ്ഷൻ ഡി ആണെങ്കിലും അവിടെ 3D വന്നു. 3D നമ്മൾ ആദ്യം എഴുതുന്നത്. മറ്റൊരു പ്രത്യേകതയില്ല. ഇലക്ട്രോൺ വരുന്നത് എപ്പോഴും ആദ്യത്തെ ഇലക്ട്രോൺ 4s തന്നെയാണ്. ഇനി 4s കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതേ 3D വരുള്ളൂ. 3D ആദ്യം എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേക ഓർപ്പ് 3D ആദ്യം എഴുതുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ട്രോണിനെ കൊടുക്കുന്നത് ആദ്യം 4sലായിരിക്കും. 4s ഫില്ല് ചെയ്തിട്ട് 3Dയിലേക്ക് പോകും. പ്രത്യേകിച്ച് 3D ആദ്യം എഴുതുന്നു എന്നേ ഉള്ളൂ. ഇലക്ട്രോണിനെ കൊടുക്കുന്നത് 4s തന്നെയാണ്. ഇതിനെ മാറ്റിയില്ല. അപ്പോൾ 4sനെ മാറ്റി ഞാൻ 3D ആദ്യം എഴുതുന്നു. 3D എന്ന് എഴുതി എന്നിട്ട് 4s എഴുതുന്നു. 4sന് 2 ഇലക്ട്രോണെ കൊടുക്കണം. 2നെ കൊടുത്തു. മിച്ചമുള്ള ഒരു ഇലക്ട്രോണിനെ 3D കൊടുക്കും. അപ്പോൾ 21ാമത്തെ വന്നപ്പോൾ 3D വന്നു. 3Dയിൽ വന്നപ്പോൾ ഒരു ഇലക്ട്രോണെ 3Dയിൽ വന്നിട്ടുള്ളൂ. 3Dനെ ആദ്യം ഈ ഓർഡർ 3 ആദ്യം എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 22ാമത്തെ 1s2 2s2 2p6 3s2 3p6 3D എഴുതി ഇലക്ട്രോണിനെ കൊടുത്തിട്ടില്ല. 4s2 4sനും കൊടുത്തു. ഇനി നമുക്ക് 2 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ അതിനെ D കൊടുക്കും. 3D2 4s2 ആയിട്ട് മാറും. 23 1s2 2s2 2p6 3s2 3p6 3D 4s2 3D 3 3 ഇലക്ട്രോൺ വന്നു. അപ്പോൾ പ്രധാന ഒരു പ്രത്യേകതയാണ് 3D 4s വരുന്ന പ്രത്യേകത. ഇനി ഫുൾഫിൽഡ് ഹാഫ് ഫിൽഡും വരുന്ന പ്രത്യേകതയുണ്ട്. അടുത്ത 24ാമത്തെയും 29ാമത്തെയും ക്രോമിയോ കോപ്പറും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഇതുവരെ എഴുതി 20 വരെ യാതൊരു പ്രത്യേകതയില്ല. വെറുതെ നോക്കി എഴുതിപ്പോയാൽ മതി. 3D സബ്ഷനിൽ വന്നു കഴിയുമ്പോൾ ഉള്ള പ്രത്യേകത 4sനാണ് ആദ്യ ഇലക്ട്രോണിനെ കൊടുക്കുന്നതെങ്കിലും 3D ആദ്യം എഴുതണം എന്ന് മാത്രം. ഇനി അടുത്ത പ്രത്യേകത സബ്ഷനിൽ അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ 24ഉം 25ഉം വന്നാൽ ഒരു സബ്ഷനിൽ ഫുൾഫിൽഡോ ഹാഫ് ഫിൽഡോ ആകുമ്പോൾ അതിന് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടും. അപ്പോൾ ഒരാറ്റം ഇതിൽ വരുന്ന സബ്ഷെല്ലിന് ഡിയിൽ 5 ഇലക്ട്രോൺ വന്നാൽ അതിന് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടും. അതുപോലെ 29 വരുമ്പോൾ അവിടെ ഡിയിൽ മാക്സിമം കൊടുക്കുന്ന 10 ഇലക്ട്രോൺ ആണ്. അപ്പോൾ 5 വന്നാലോ 10 വന്നാലോ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ 24ാമത്തെ ഡിക്ക് 4 വരുന്ന കേസിൽ ഒരു ചെറിയ പ്രത്യേകത എഴുതാം. ന്യായമായിട്ടും 3D 4s 3D 4 4s2 ആണ് വരേണ്ടത്. പക്ഷേ ഈ 3D 4 എന്നുള്ളത് 3D 5 ആയ അതിന് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടും. അപ്പോൾ 3D 4 എന്ന് വരത്തില്ല. പകരം 4sൽ നിന്നും ഒരു ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് 3D 4 എന്നൊരു സംഭവം ഉണ്ടാവില്ല. പകരം അത് 3D 5 ആയിട്ട് മാറും. അപ്പോൾ അതിനെ മാറ്റിയിടാം. അപ്പോൾ 3D 3 കഴിഞ്ഞിട്ട് അടുത്ത് വരുമ്പോൾ 3D 5 വരുന്നു. 4s2 അവിടെ ഉണ്ടാവില്ല. 4s1 ഉണ്ടാവും. അപ്പോൾ ഈ 24ാമത്തെ ആറ്റത്തിന് ഇവിടെ സ്റ്റെബിലിറ്റി ഹാഫ് ഫീൽഡ് ആയപ്പോൾ ഡി എന്നുള്ളത് 10 എണ്ണമുള്ളത്. അപ്പോൾ അതിന് ഹാഫ് ഫീൽഡ് ആയപ്പോൾ അതിന് സ്റ്റെബിലിറ്റി കിട്ടുന്നു. അപ്പോൾ 4s ഇവിടെ 1 ആയിരിക്കും. ഇനി 25ാമത്തേന് പ്രത്യേകതയൊന്നുമില്ല. 1s2 2s2 2p6 3s2 3p6 3D 5 4s2 തന്നെ കിട്ടും. കാരണം 5 ഇലക്ട്രോണുകളുണ്ട്. ഇനി 26 വരുമ്പോൾ പ്രത്യേകത എന്താ? 3D 6 ആയി 4 ബാക്കിയുള്ള ഇതുപോലെ തന്നെ 3D 6 ആയി 4s2 വന്നു. 27 വരുമ്പോൾ 3D 7 ആയി 4s2 ആയിരിക്കും. 28 വന്നാൽ
3D8 ആയിരിക്കും, 4s2 തന്നെ ആയിരിക്കും. ഇനി 29 വരുമ്പോൾ 3D9 വരില്ല, പകരം 3D10 വരും. ആദ്യം പറഞ്ഞ പോലെ തന്നെ 4s1 ആയിരിക്കും. 30 വന്നാൽ 3D10 തന്നെ അവിടെ 4s2 ഉണ്ട്. ഇത്രയുമായിരിക്കും പ്രധാനമായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 1 മുതൽ നമ്മൾ 30 വരെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകതയുള്ള 2 കാര്യങ്ങൾ. 1 മുതൽ 20 വരെ അതിന് പ്രത്യേകതയില്ല, ഈ ഓർഡറിൽ തന്നെ എഴുതി പോവാം. അപ്പോൾ ഈ ഓർഡർ ഓർത്ത് വെക്കുക. ഓർത്തില്ലെങ്കിലും അത് നിങ്ങൾക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റും. എക്സാം ടൈമിൽ അത് എഴുതി വെച്ചിട്ട് ആ ഓർഡർ നോക്കിയിട്ട് ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതും. പിന്നെയുള്ളത് 20ാമത്തെ എലമെന്റ് മുതൽ, അല്ല 20 കഴിഞ്ഞാൽ നമ്മൾ 3D വരുന്ന സമയത്ത് 21 മുതൽ 3D വരുന്ന ആ അവസ്ഥയിൽ മാത്രം ആദ്യത്തെ ഇലക്ട്രോൺ വരുന്നത് 4s തന്നെയാണ്. അത് കഴിഞ്ഞിട്ടാണ് 3D വരുന്നത്. പക്ഷേ എഴുതുമ്പോൾ 3Dനെ ആദ്യം എഴുതി 4sനെ അതിനുശേഷം എഴുതാം. ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ വരുന്നത് 4sലാണ്, 4sനെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് 3Dയിൽ വരുള്ളൂ. എങ്കിലും 3Dനെ ആദ്യം എഴുതാം. 3ാമത്തെ സബ്ഷീറ്റ് D എന്ന ഗ്രൂപ്പിനെ പരിഗണിച്ചിട്ട്, ഗ്രൂപ്പിനെ പീരീഡിനെ പരിഗണിച്ചിട്ട് ആദ്യം 3Dനെ എഴുതുന്നു. പിന്നെയുള്ളതാണ് അത് 2 എണ്ണത്തിനേ ഉള്ളൂ. കോപ്പറിനും ക്രോമിയത്തിനും ഇലക്ട്രോൺ 24ഉം 29 വരുന്ന കേസിൽ മാത്രം 3Dയിൽ 4 ഇലക്ട്രോൺ വന്നാൽ അതിന് പകരം 3D5 4s1 എന്ന് എഴുതും. 5 എണ്ണം വരുന്ന കുഴപ്പമില്ല. ഇനി 29 വരുമ്പോൾ 3D9 എന്ന് വരില്ല, പകരം 3D10 4s1 എന്നായിരിക്കും വരിക. അപ്പോൾ ഒന്നുകൂടെ കൂടുമ്പോൾ എസ് നിന്നൊന്ന് കുറയും. അപ്പൊ ഇനി ഇതിൽ പഠിക്കാനുള്ളത് പീരിയോഡിക് ടേബിൾ എങ്ങനെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കോൺഫിഗറേഷനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. ഇനി പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക്, ഇതും അത് ഏതൊക്കെ ബ്ലോക്കിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രത്യേകതകൾ ഉണ്ടാവും. മാറ്റങ്ങൾ, അതിന്റെ സ്വഭാവത്തിലുള്ള മാറ്റം ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് പീരീഡ്, ഗ്രൂപ്പ്, ബ്ലോക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അത് അടുത്ത വീഡിയോയിൽ പറയാം.